ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇറ്റ്സ് അബൌട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ആരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തിനെക്കുറിച്ച് അറിയാം? ഹൈഡ്രോ കാർബണിനെ കുറിച്ച് അറിയാം അല്ലേ? ഹൈഡ്രജനും കാർബണും അടങ്ങിയ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഹൈഡ്രോ കാർബൺ. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഹൈഡ്രോ കാർബൺ നോക്കിയാലോ? ഈ കാർബൺ ഉള്ളത് കാരണം ഈ ഹൈഡ്രോ കാർബണിന്റെ പേരെന്താണ്? പെൻറ്റ്. ദെൻ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പേരെന്താണ്? ANE. അപ്പം പേര് പെൻറ്റെയിൻ. സോ അതിൽ നിറയെ ഹൈഡ്രജൻ ഇല്ലേ? അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? മാറ്റുകയാണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ഞാനിപ്പോൾ 3 ഉള്ളിടത്ത് നിന്ന് ഈ 3ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് മാറ്റി. ഒരു ഹൈഡ്രജനെ ഞാൻ എടുത്ത് കളഞ്ഞു, പുറത്തോട്ട് കളഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ എന്തേ ഉള്ളൂ? ഇവിടെ ഇനി 2 ഉള്ളൂ. പക്ഷെ നമ്മുടെ കാർബൺ ലക്കിയാണോ? അല്ല, കാർബണിൻ്റെ വാലൻസി 4 അല്ലേ? കാർബണിന് ചുറ്റിനും എത്ര വേണം? 4 വേണം. ഇപ്പം നിലവിൽ കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജനും ഇവിടുത്തെ ഒരു ബോണ്ടും. ഇപ്പം എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. ലക്കി ആവണമെങ്കിൽ എത്ര വേണം? 4 വേണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഹൈഡ്രജനെ എടുത്ത് കളഞ്ഞിട്ട് ആ ഹൈഡ്രജൻ ഇരുന്ന അതേ സ്ഥലത്തോട്ട് നമ്മൾ മറ്റേതെങ്കിലും ഒരു ആറ്റത്തിനെയോ ഒരു ആറ്റം ഗ്രൂപ്പിനെയോ കൊണ്ടുവരുന്നു. ഇപ്പം ആറ്റവും ആറ്റം ഗ്രൂപ്പും ഒരു എലമെൻറ്റ് ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മൾ ആറ്റം എന്ന് വിളിക്കും. H മാത്രമുള്ളപ്പോൾ ആരാ? ആറ്റം ആയി. എന്നാൽ അതിൻ്റെ കൂടെ കണ്ടോ, ഒരു ഓയും കൂടെ ചേർന്നപ്പോൾ എന്തായി? 1ൽ കൂടുതൽ ആറ്റം ആയില്ലേ? ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? ഞാൻ എന്താ ചെയ്തത്? അവിടെ ഇരുന്ന ഒരു Hനെ എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ട് ഞാൻ ആ H ഇരുന്ന സ്ഥലത്തോട്ട് പുതിയൊരാൾ എന്ത് ചെയ്യാണ്? കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇപ്പോൾ ഉള്ള ആൾ പെൻറ്റെയിൻ ആണ്. ഞാൻ ആ Hനെ മാറ്റിയിട്ട് ആ H ഇരുന്ന സ്ഥലത്തോട്ട് ആരെ കൊണ്ടുവച്ചു? OHനെ കൊണ്ടുവച്ചു. എങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ട് തന്നെ മാറി. ഈ കാണുന്ന ആൾക്ക് ആരുടെ സ്വഭാവമല്ല? പെൻറ്റെയിൻ്റെ സ്വഭാവമല്ല. നിങ്ങൾ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ഒരു ആറ്റത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ഒരു ആറ്റം ഗ്രൂപ്പിനെയോ ആറ്റത്തിനെയോ നിങ്ങൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഇരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സ്വഭാവമാണേ, പുറമേ കാണാൻ പറ്റുന്ന സ്വഭാവം. ആൾ സോളിഡ് ആണോ, ആൾ ലിക്വിഡ് ആണോ, ആളിൻ്റെ നിറം എന്താ, ആളിൻ്റെ മണം എന്താ, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. മറ്റുള്ള വസ്തുക്കളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, അതാണ് റിയാക്ഷനിലൂടെ ആൾക്ക് എന്തൊക്കെ നടക്കും, അതാണ് കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തം എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഈ ആറ്റത്തിനെ അല്ലെങ്കിൽ ഈ ആറ്റം ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്തെന്നാ വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് നിങ്ങൾ ആരെ മാറ്റുന്നു? ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ആറ്റത്തിനെയോ ആറ്റം ഗ്രൂപ്പിനെയോ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവരുന്ന ആറ്റത്തിനെ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ദെൻ ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മൊത്തം സ്വഭാവവും കെമിക്കലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ളതുമായിട്ടുള്ള മൊത്തം സ്വഭാവവും എന്ത് ചെയ്തു? മാറി. ഇനി ഈ കോമ്പൗണ്ടിനെ നമുക്ക് പെൻറ്റെയിൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നേരത്തെ ലാസ്റ്റിൽ CH3 ഇരുന്നപ്പോൾ നമുക്ക് എന്തെന്ന് വിളിക്കായിരുന്നു? പെൻറ്റെയിൻ. ഇപ്പം 3ക്ക് പകരമാണ് എന്ത് വന്നേക്കുന്നത്? ഒരു OH വന്നേക്കുന്നത്. അവിടെ 2 ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹൈഡ്രോ കാർബൺ ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം നമ്മൾ എന്ത് വയ്ക്കും? ഒരു ആറ്റത്തിനെ വയ്ക്കും അല്ലേ? അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ വയ്ക്കും. എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇങ്ങനെ വയ്ക്കുന്ന ആളാണ് ആ കോമ്പൗണ്ടിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആ ആറ്റത്തിനെ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മുടെ ടെക്സ്റ്റിൽ എത്ര ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്? 6 ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് ഹൈഡ്രോക്സിൽ. എന്താണ് പേര്? ഹൈഡ്രോക്സിൽ. നമ്മൾ എന്തെന്ന് റെപ്രസെൻ്റ് ചെയ്യും? OH എന്ന് റെപ്രസെൻ്റ് ചെയ്യും. പഠിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ആളുകളുടെ സിമ്പൽ കണ്ടായിരുന്നോ? നിങ്ങൾ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സിമ്പൽ കണ്ടായിരുന്നോ? അതിലെന്തൊക്കെയാണ് ഉള്ളത്? Oയും Hഉം. H ആരാ? ഹൈഡ്രജൻ. അപ്പോൾ വന്നു ഹൈഡ്ര്. പിന്നെ O ഉണ്ടല്ലേ? ഓക്സിജൻ, അതിൻ്റെ ഓക്സി. പിന്നെ അവർക്കൊരു എല്ല് കൂടുതലാണ്. അപ്പം എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ എന്തായി പേര്? ഹൈഡ്രോക്സിൽ. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് COOH. അതായത് അവിടെ ആരാ ഉള്ളത്? കാർബൺ ഉണ്ട് അല്ലേ? കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബണിൻ്റെ ഏത് വാക്ക് വരുന്നു? കാർബ്. പിന്നെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഓക്സി. പിന്നെ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. പിന്നെ അവർക്കൊരു എല്ല് കൂടുതലാണ്. അപ്പം എന്താണ് പേര്? കാർബോക്സിൽ. മൂന്നാമത് നിങ്ങൾ പഠിക്കുന്നതാണ് CHO നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നും വിളിക്കാറുണ്ട്, ആൽഡിഹൈഡിക് ഗ്രൂപ്പ് എന്നും വിളിക്കാറുണ്ട്. നാലാമത്തെ ആളാണ് CO. CO എന്തെന്നാണ് വിളിക്കുന്നത്? CO
കീറ്റോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് ആൽക്കോക്സി, ദെൻ ഹാലോ ഗ്രൂപ്പ്. അങ്ങനെ ടോട്ടൽ 6 ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ 4 ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ 4 പേരുടെയും നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണം ഒരുമിച്ച് പറയാൻ പോകുന്നത്. എച്ച് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, ഹൈഡ്രോക്സിൽ എന്നും, COH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ കാർബോക്സിൽ എന്നും, CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആൽഡിഹൈഡിക് അഥവാ ആൽഡിഹൈഡ് എന്നും, CO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ കീറ്റോ ഗ്രൂപ്പ് എന്നുമാണ് വിളിക്കുന്നത്. അതായത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ കോമ്പൗണ്ടിൻ്റെ പേര് മാറും. ഓക്കെ, ആ കോമ്പൗണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. ആ കോമ്പൗണ്ടിനെ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് ഹൈഡ്രോക്സിൽ. OH ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് OH എന്തെന്ന് വിളിക്കാം, ഹൈഡ്രോക്സിൽ എന്ന് വിളിക്കാം. എന്നാൽ OH എവിടെ പോയിരുന്നു, വേറൊരു കോമ്പൗണ്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കേണ്ട പേര്, കോമ്പൗണ്ടിനെ വിളിക്കേണ്ട പേര് ആൽക്കഹോൾ എന്നാണ്. അതേപോലെ നമ്മളെ COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് കാർബോക്സിൽ. അതൊരു കോമ്പൗണ്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനെ, ആ പേര് കണ്ടോ, കാർബോക്സിൽ, അതിൻ്റെ കൂടെ ഇക് ആസിഡ് എന്നും കൂടെ ചേർത്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്തായി, കാർബോക്സിലിക് ആസിഡ്. കോമ്പൗണ്ടിൻ്റെ പേരാണത്. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ, CHO അല്ലേ. ആ CHO പോയി ഇരുന്ന് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്, ആൽഡിഹൈഡ്. അതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് കീറ്റോ, അത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ പേര് കീറ്റോൺ. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കോമ്പൗണ്ടിൻ്റെ പേര് ഒത്തിരി വലുതല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ അവയെ ഷോർട്ട് ചെയ്ത് വിളിക്കാറുണ്ട്. ഇപ്പം ആൽക്കഹോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ സ്നേഹത്തോടെ എന്തെന്ന് വിളിക്കും, ഓളേന്ന്. കണ്ടോ, ആൽക്കഹോളിൻ്റെ ലാസ്റ്റ് എൻഡ് കണ്ടോ, ഓളേന്ന് വിളിച്ചു. അതുപോലെ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഓയും ഇവിടെ നിന്ന് ഐസിയും കൂടെ പിക്ക് ചെയ്തിട്ട് എന്തായി, ഓയിക് ആസിഡ്. ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള AL ആണ് പിക്ക് ചെയ്യുന്നത്, സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ്. കീറ്റോൺ ആണെങ്കിൽ ലാസ്റ്റത്തെ ONE വണ്ണെന്നല്ല, ഓൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ സിമ്പലും പിന്നെ ആളുടെ ഷോർട്ടും നല്ലപോലെ പഠിച്ചേക്കണം. അതായത് എവിടെ OHനെ കണ്ടാലും, OH ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, അതായത് OH ഒറ്റയ്ക്ക് കിടക്കുമ്പോഴല്ലേ ഹൈഡ്രോക്സിൽ എന്ന് വിളിക്കാൻ പറ്റൂ. പക്ഷെ OH ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ സ്നേഹത്തോടെ എന്തെന്ന് വിളിക്കണം, ഓളേന്ന് വിളിക്കണം. അതുപോലെ COOHനെ എവിടെ കണ്ടാലും പോയിട്ട് സ്നേഹത്തോടെ എന്തെന്ന് വിളിക്കണം, ഓയിക് ആസിഡ് എന്ന് വിളിക്കണം. അതുമാതിരി CHOനെ എവിടെ കണ്ടാലും ഓടിപ്പോയിട്ട് എന്തെന്ന് വിളിക്കണം, ആളേന്ന് വിളിക്കണം. നമ്മുടെ CO ഗ്രൂപ്പിനെ എവിടെ കണ്ടാലും എന്ത് വിളിക്കണം, ഓണേന്ന് വിളിക്കണം. നമുക്ക് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് നോക്കിയാലോ. ഈ പറയുന്ന 4 ഫങ്ഷണൽ ഗ്രൂപ്പിലെ ആരെ നിങ്ങൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കണ്ടാലും, അതായത് നിങ്ങൾക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്ര ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്, 4 ഫങ്ഷണൽ ഗ്രൂപ്പ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് നോക്കണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ 4-ൽ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം പോയിട്ട് ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട് അതൊന്ന് എണ്ണി നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. കണ്ടോ, CH3 CH2 COOH. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ, നമ്മൾ പറഞ്ഞ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ, COOH. അങ്ങനെ ആദ്യം എന്ത് ചെയ്യണം, എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി നോക്കുക. നോക്കിക്കേ, എത്ര കാർബണാണ് ഉള്ളത്, 1 കാർബൺ 2 കാർബൺ 3 കാർബൺ അല്ലേ. മൊത്തം എത്ര കാർബണാണ് ഉള്ളത്, 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്തെന്നാ വിളിക്കാറുള്ളത്, പ്രൊപ്പ്. ദെൻ ഇതിനിടയിലുള്ള ബോണ്ട് എന്ത് ബോണ്ടാ, സിംഗിൾ ബോണ്ടാ അല്ലേ. സിംഗിൾ ബോണ്ടാണെങ്കിൽ നമ്മൾ സാധാരണ എന്തെന്ന് വിളിക്കും, ANE. അപ്പം നമുക്കറിയാമെന്നുള്ളത് കാർബൺ എണ്ണി നോക്കി പ്രൊപ്പ് എന്ന് വിളിച്ചു അല്ലേ. സിംഗിൾ ബോണ്ട് ആണെന്ന് നോക്കി ANE കൂട്ടിച്ചേർത്തു. അപ്പം എന്താണ്, പ്രൊപ്പൈൻ. പക്ഷെ ഒരു തെറ്റുണ്ട്, പ്രൊപ്പൈൻ ആണോ, അല്ല അല്ലേ. അവിടെ ആരായിരിക്കുന്നത്, COOH എന്ന് പറയുന്ന ഒരാൾ ഇരിപ്പുണ്ടല്ലേ. അപ്പം നോക്കണം, നമുക്ക് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഒരു വാല് കൂടെ ഉണ്ട്. വാലാരാ, COOH. ഈ COOH ആരാ, കാർബോക്സിൽ. അത് പോയി ഇരുന്നാൽ COOH മാത്രം എടുക്കുമ്പോൾ കാർബോക്സിൽ, അത് പോയി ഇരുന്നാൽ ഈ കോമ്പൗണ്ടിന് എന്തെന്നാ വിളിക്കുന്നേ, കാർബോക്സിലിക് ആസിഡ്. അപ്പം സ്നേഹത്തോടെ എന്തെന്നാ വിളിക്കുന്നേ, സ്നേഹത്തോടെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഓയിക് ആസിഡ്. എന്തെന്നാ വിളിക്കുന്നേ, ഓയിക് ആസിഡ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ്റെ ഈ ലാസ്റ്റുള്ള വാല് അങ്ങോട്ട് മാച്ചു കളയാം. നമ്മൾ എന്ത് എഴുതേണ്ട കാര്യമില്ല, ഈ ലാസ്റ്റത്തെ എഴുതേണ്ട കാര്യമില്ല.
ഓക്കെ, ഈടെ ആവശ്യമില്ല കേട്ടോ. അപ്പം ഈ വേണ്ട. ഈക്ക് പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ മറ്റൊരു വാല് കൊടുക്കൂല. എല്ലാം മാച്ച് കളയരുത്, ലാസ്റ്റത്തെ ഈ മാത്രമേ മായ്ക്കാവൂ. ലാസ്റ്റത്തെ ഈ വേണ്ടല്ലേ, നമ്മൾ ആ ലാസ്റ്റത്തെ ഈനെ എങ്ങോട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. നമുക്ക് ആ ഈ വേണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിനി അവിടെ ഈ എഴുതേയില്ല. ഓക്കെ, ഈ അവിടെ എഴുതത്തില്ല. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഈ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് എഴുതിപ്പോയത്. അപ്പം നമുക്കിതാ ഇവിടെ COH എന്ന് പറയുന്ന ഒരു വാലുണ്ടല്ലേ, അങ്ങനെ ഒരു വാലുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആ വാല് ഈ എന്ന് പറയുന്ന വാലങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. പ്രൊപ്പ് AN ഈയിൽ എന്ത് മാത്രമേ ഉള്ളൂ? AN മാത്രമേ ഉള്ളൂ. ഈനങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ആ സ്ഥലത്ത് നമ്മൾ വാലായിട്ട് എന്തിട്ട് കൊടുക്കും? ഓയിക് ആസിഡ്. എന്തുകൊണ്ടാണ് ഓയിക് ആസിഡ് എന്നിട്ടത്? കാരണം COHന്റെ പേരെന്താണ്? COHന്റെ പേര് കാർബോക്സിൽ. അത് പോയി കോമ്പൗണ്ടിൽ ഇരുന്നാൽ പേരെന്താണ്? കോമ്പൗണ്ടിന്റെ പേര് കാർബോക്സിലിക് ആസിഡ്. സ്നേഹത്തോടെ വിളിക്കുന്ന പേരെന്താണ്? ഓയിക് ആസിഡ്. ഇപ്പം എന്ത് കിട്ടി? പ്രൊപ്പൻ ഓയിക് ആസിഡ്. പേര് കണ്ടോ? പ്രൊപ്പൻ. പിന്നെന്താണ്? പ്രൊപ്പൻ്റെ ഫുൾ ഉണ്ടോ? ഇല്ല. ലാസ്റ്റത്തെ ഈ ഞാനങ്ങ് മാറ്റി കളഞ്ഞു അല്ലേ. അടുത്തെന്താണ്? ഓയിക് ആസിഡ്. എന്തുകൊണ്ടാണ് ഓയിക് ആസിഡ് വന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത്, ആ കോമ്പൗണ്ടിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഓയിക് ആസിഡ്. ഇനി ഞാൻ ഇടയ്ക്കൊരു സ്പേസ് കൊടുത്തേക്കുന്നുണ്ടോ? ദെൻ ഈ പറയുന്ന സാധനം എവിടെ വേണമെങ്കിലും വരാം അല്ലേ. അപ്പം നമ്മൾ എന്തുകൂടി പറയണം? ആളിൻ്റെ പൊസിഷൻ കൂടെ പറയണം. അതായത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെയാണ് വന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിച്ചത്? ഓയിക് ആസിഡ്. അപ്പം ആൾ എവിടെ വന്നു എന്ന് ആളിൻ്റെ ഫ്രണ്ടിൽ വേണം നമ്മൾ എഴുതേണ്ടത്. എങ്കിൽ വേഗം പറഞ്ഞേ, ഈ കോമ്പൗണ്ടിൽ ആൾ എവിടെയാണ് വന്നേക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ നമ്പർ ഇടും അല്ലേ. ഇത് എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ. ഒന്നാമത്തെ കാർബണിലുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാർബണിലുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാർബണിലുണ്ടോ? ഉണ്ട്. കണ്ടോ, നിങ്ങളുടെ മൂന്നാമത്തെ കാർബൺ തന്നെയാണ് നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം ഈ ഡയറക്ഷനിൽ എവിടെയാണ് വന്നേക്കുന്നേ? 3. ഇനി തിരിച്ച് നമുക്ക് ഈ ഡയറക്ഷനിൽ നോക്കിയാലോ? 1, ഒന്നാമത്തെ കാർബൺ. ഈ പലരും ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണിനെ കൂട്ടാതെ പോകും. അപ്പോഴാണ് നമ്മുടെ ആൻസർ എന്ത് ചെയ്യുന്നത്? തെറ്റിപ്പോകുന്നത്. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള കാർബണിനെ എന്ത് ചെയ്യണം? കൂട്ടണം. ഇത് എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ. ഇവിടെ തന്നെ എന്തുണ്ട്? നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ എവിടെ വെച്ച് തന്നെ കണ്ടു? 1 വെച്ച് തന്നെ കണ്ടു. IUPAC എന്ത് പറയുന്നു? ചെറുതെടുക്കണം. ചെറുതേതാ? 1 ആണോ 3 ആണോ? 1 ചെറുത്. അപ്പോൾ ദാ 1 എടുത്തു. ഓയിക് ആസിഡിനെ നിങ്ങൾ 1 വെച്ച് കണ്ടു. അതായത് ഓയിക് ആസിഡിൻ്റെ പൊസിഷൻ എവിടെയാണ്? 1 IUPAC വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ലെറ്ററിൻ്റെ നമ്പറിന് ഇടയ്ക്ക് എന്താണ്? ഹൈഫൺ. ലെറ്റർ നമ്പർ വി ഹാവ് ടു പുട്ട് എ ഹൈഫൺ. ഇനി ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, അത് മറക്കരുത്. അപ്പോൾ ആളുടെ പേരെന്താണ്? പ്രൊപ്പൻ 1 ഓയിക് ആസിഡ്. ഇനി 1 വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കെമിസ്ട്രിയിൽ എന്ത് ചെയ്യാറില്ല? 1 മെൻഷൻ ചെയ്യാറില്ല. 1 വരുമ്പോൾ മാത്രമാണ്, വേറെ ഒരു നമ്പേഴ്സിലും അത് പറ്റത്തില്ല. 1 എന്ന നമ്പർ വരികയാണെങ്കിൽ നമ്മൾ 1 ഇട്ടു എഴുതും, 1 ഇടാതെ എഴുതും. അപ്പം 1 ഇട്ടെഴുതിയാലും ഓക്കെയാണ്, 1 ഇടാതെ എഴുതിയാലും ഓക്കെയാണ്. അപ്പോൾ 1 ഇടാതെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതും? ചേർത്ത് എഴുതും അല്ലേ. പ്രൊപ്പനോയിക് ആസിഡ്. 1 വന്നത് കൊണ്ടല്ലേ നമ്മൾ അവിടെ നമ്പർ ആയതുകൊണ്ട് ഹൈഫൺ കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് വേണ്ട? ഹൈഫണും വേണ്ട, നമ്പരും വേണ്ട. പ്രൊപ്പനും ഓയിക് ആസിഡും കൂടെ ചേർത്ത് എഴുതുമ്പോൾ ആളുടെ പേരെന്താണ്? പ്രൊപ്പനോയിക് ആസിഡ്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടല്ലേ. ദാ ഇരിപ്പുണ്ട്. ആളാരാണ്? CO. അപ്പോൾ CO വരുമ്പോൾ എന്താണ് പേരെന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഈ പറഞ്ഞ 4 ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലും C എണ്ണണം. എങ്കിൽ പറഞ്ഞേ, ഇവിടെ എത്ര C ഉള്ളത്? 1, 2, 3, 4. ഇതിൽ മാക്സിമം പേരും ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള C എന്ത് ചെയ്യാറില്ല? കൂട്ടാതെ പോകും. അപ്പം നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അങ്ങനെയാണെങ്കിൽ എത്ര C ഉണ്ട്? 4 C ഉണ്ടല്ലേ. കാർബൺ വന്നതുകൊണ്ട് ബൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് ചേർക്കും? AN E എന്ന് ചേർക്കും. എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റത്തെ E വേണോ? ലാസ്റ്റത്തെ E വേണ്ട അല്ലേ. ലാസ്റ്റത്തെ വാല് ഈനെ നമുക്ക് അങ്ങോട്ട് മാച്ച് കളയാം. ഇനി അതിന് പകരം നമ്മൾ എന്താ ചേർക്കേണ്ടത്? ദെൻ ആയിരിക്കുന്ന ആളാരാ? CO വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? കോമ്പൗണ്ടിൻ്റെ പേര് കീറ്റോൺ. അപ്പം സ്നേഹത്തോടെ വിളിക്കേണ്ട വാക്ക് ഓൺ. വിളിക്കാം. ദാ കുറച്ച് സ്പേസ് വിട്ടു. സ്നേഹത്തോടെ എന്തേന്ന് വിളിച്ചു? ഓണേന്ന് വിളിച്ചു. ONE, ഓണേന്ന് വിളിച്ചു. വേണം, പൊസിഷൻ കൂടെ വേണം അല്ലേ. നമുക്ക് എണ്ണി നോക്കിയാലോ. ദാ ഈ ഡയറക്ഷനിൽ നോക്കാം. ഇത് എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത് എത്രാമത്തെ കാർബൺ? രണ്ടാമത്തെ കാർബൺ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് എവിടെയാണ്? 2. അതാ അപ്പം ഈ ഡയറക്ഷനിൽ എത്രയാണ് കിട്ടിയത്? 2. ഈ ഡയറക്ഷനിൽ നോക്കിയാലോ.
ഒന്നാമത്തെ കാർബൺ ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാർബൺ ഉണ്ടോ? ഇല്ല. ഇത് എത്രാമത്തെ കാർബൺ? മൂന്നാമത്തെ കാർബൺ. മൂന്നാമത്തെ കാർബണിൽ എന്തിരിപ്പുണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരുന്നത് എവിടെയാ? 3-ൽ. IUPAC പറയുന്നു ചെറുതെടുക്കണം. 2 ചെറുത് 3 ചെറുത്? ചെറുത് 2 ആണല്ലേ. അപ്പം നമ്മൾ ഏതെടുക്കും? 2. നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്താ? ONE. സ്നേഹത്തോടെ വിളിച്ച വാക്കാണത്. അപ്പൊ ONE ആണ് എവിടെ ഇരുന്നത്? 2-ൽ ഇരുന്നത്. എന്ത് വേണം? ലെറ്റർ നമ്പർ ഹൈഫൺ, ലെറ്റർ നമ്പർ ഹൈഫൺ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. അപ്പൊ ആളുടെ പേരെന്താണ്? ബ്യൂട്ടൻ 2 ഓൺ. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ഇരിപ്പുണ്ടല്ലേ, CHO. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് നോക്കണമെന്ന് പറഞ്ഞു? കാർബൺ നോക്കണം. നോക്കിക്കേ, എത്ര കാർബൺ? 1 2 3 4. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ എണ്ണാൻ മറക്കരുതേ. അപ്പൊ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. 4 കാർബൺ വരുമ്പോൾ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നേ? പേര് ബ്യൂട്ട്. എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ടല്ലേ എല്ലായിടത്തും ഇരിക്കുന്നേ. അപ്പൊ എന്താ പേര്? ANE, ബ്യൂട്ടെയിൻ. ലാസ്റ്റത്തെ E വേണോ? ലാസ്റ്റത്തെ E വേണ്ട അല്ലേ. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് ലാസ്റ്റത്തെ E അങ്ങോട്ട് നമുക്ക് വേണ്ട. ഇനി ഇക്ക് പകരം നമ്മൾ ഇരിക്കുന്ന ആളാരാ? CHO അല്ലേ. CHO ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കേണ്ടേ? CHO ഇരിക്കുമ്പോൾ നമ്മൾ വിളിക്കേണ്ട പേര് ആൾ. കുറച്ച് സ്ഥലം വിട്ടിട്ടാ ഞാൻ ഈ ആൾ എഴുതിയേക്കണേ. എന്തിനായിരിക്കും സ്ഥലം വിട്ടത്? എനിക്ക് അവിടെ എന്ത് എഴുതണം? ആൾ എവിടെ വന്നു? ആളിന്റെ പൊസിഷൻ വേണം അല്ലേ. അപ്പൊ നോക്കിയാലോ, ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ കാർബൺ? 1 2 3 4. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് എവിടെയാ? 4-ലാണ്. തിരിച്ച് നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് 1. അപ്പൊ 1-ൽ തന്നെ എന്തിരിപ്പുണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. ഏതാണ് ചെറുത്? 1 ആണോ 4 ആണോ? 1. ചെറിയ നമ്പറായ 1-നെ നമ്മളിത് ആളിന്റെ ഫ്രണ്ടിലിടും. ലെറ്റർ നമ്പർ ഹൈഫൺ, ലെറ്റർ നമ്പർ ഹൈഫൺ. പേരെന്താണ്? ബ്യൂട്ടൻ 1 ആൾ. 1 വന്നാൽ നമുക്ക് 1 ഇട്ടും എഴുതാം, അല്ലെങ്കിൽ 1 ഇടാതെയും എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതും? 1 ഇടാതെ എല്ലാം കൂടെ ചേർത്ത് എഴുതും അല്ലേ. ബ്യൂട്ടനാൾ. എന്താ പേര്? ബ്യൂട്ടനാൾ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, മറന്നു പോകരുത്. 4-മത്തെ കോമ്പൗണ്ട് നോക്കിയാലോ. ഇവിടെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പായിരിക്കുന്നേ? OH അല്ലേ. OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഹൈഡ്രോക്സിലാണ്. ഹൈഡ്രോക്സിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നേ? ആൽക്കഹോൾ. ശരിക്ക് OHന്റെ പേരെന്താണ്? ഹൈഡ്രോക്സിൽ. ഇത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ആൽക്കഹോൾ. അങ്ങനെയാണെങ്കിൽ പേര് നോക്കിയാലോ. നമ്മൾ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ വന്നേക്കുന്നേ. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നിങ്ങളോട് എന്തെണ്ണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്? കാർബണിന്റെ എണ്ണം. അപ്പൊ ഇവിടെ എത്ര കാർബണാ ഉള്ളത്? 2 3. 3 കാർബൺ ഉണ്ടല്ലേ. 3 കാർബൺ വന്നാൽ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നേ? പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് അല്ലേ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് പേരിട്ട് വിളിച്ചു? ANE. അതിൽ ഈ ലാസ്റ്റ് പറയുന്ന E വേണോ? വേണ്ട. നമുക്ക് E അങ്ങ് എന്ത് ചെയ്യാം? റബ്ബ് ചെയ്ത് കളയാം, മാച്ച് കളയാം. ഇനി Eക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? OH അല്ലേ വന്നേക്കുന്നേ. OH വന്നാൽ നമ്മൾ എന്തെന്നാ വിളിക്കേണ്ടേ? OH വരുമ്പോ ഓളേന്ന് വിളിക്കണം സ്നേഹത്തോടെ. OL. ഞാൻ എന്തിനാ സ്പേസ് വിട്ടത്? പൊസിഷൻ പറയണം അല്ലേ. നമുക്ക് പൊസിഷൻ നോക്കിയാലോ. ദെൻ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 1-മത്തെ കാർബൺ ഉണ്ടോ? ഇല്ല. 2-മത്തെ കാർബണിലുണ്ടോ? 2-ലുണ്ടല്ലേ. 2-ലുണ്ട്. ദെൻ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 1-ലുണ്ടോ? ഇല്ല. 2-മത്തെ കാർബണിലുണ്ടോ? 2-മത്തെ കാർബണിൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോഴും 2, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോഴും 2. നമുക്ക് എന്ത് ചെയ്യാം? ലീസ്റ്റ് ആയിട്ട് വേറെ ഒന്നുമില്ലല്ലോ. അപ്പം നമ്മൾ 2-നെ അങ്ങോട്ട് എടുത്തു. ദെൻ ലെറ്റർ നമ്പർ ഹൈഫൺ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. പേരെന്താണ്? പ്രൊപ്പൻ 2 ഓൾ. ഇനി 2 ഇല്ലാണ്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. 1 വരുമ്പോൾ മാത്രമേ നമുക്കിങ്ങനെ നമ്പർ ഇല്ലാതെ എഴുതാൻ പറ്റൂ. 1 2 3 വേറെ എന്ത് വന്നാലും നമ്മൾ നമ്പർ മസ്റ്റായിട്ടും ഇട്ട് തന്നെ എഴുതുക. അപ്പോൾ OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, COH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, CO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, ഈ 4 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കാർബണിൻ്റെ എണ്ണം എണ്ണുക, അതിൻ്റെ വേർഡ് റൂട്ട് എഴുതുക. ദെൻ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANEയുടെ E വേണ്ട, AN മാത്രം മതി. ദെൻ എന്താണ്? പൊസിഷൻ കൊടുക്കുക. പൊസിഷൻ കൊടുത്തതിന് ശേഷം സഫിക്സ് എന്താണോ അത് എഴുതുക. അതായത് ഇവരെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നൊരു വാലുണ്ടല്ലോ, ഒരു പേരുണ്ട്. അത് നമ്മൾ നോമൻക്ലേച്ചറിൻ്റെ അവസാനമാണ്, IUPAC നെയിമിൻ്റെ അവസാനമാണ് എഴുതുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? വാലായിട്ട് അങ്ങോട്ട് കൊടുക്കും. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. OH എന്ന ആൾ വരുമ്പോൾ നമ്മൾ ഓൾ എന്നും, COH വരുമ്പോൾ നമ്മൾ ഓയിക് ആസിഡ് എന്നും, CHO വരുമ്പോൾ ആളെന്നും, CO വരുമ്പോൾ ഓൺ എന്നുമാണ് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പേര് നോക്കിയാലോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരൊറ്റ കാർബൺ ഉണ്ട്. ഒറ്റ കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെന്ന് വിളിച്ചു? മെത്ത് എന്ന് വിളിച്ചു. മെത്ത് സിംഗിൾ ബോണ്ടാണ്. അപ്പം ANE വേണോ? വേണ്ട. ഇനി ആളാരാണ്? ഓൾ. ഇവിടെ നമ്മൾ നമ്പർ എഴുതണോ? നമ്പർ എഴുതേ വേണ്ട. കാര്യം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണിയാൽ ഒന്ന് തന്നെയാണ്. ഒന്നിടണം എന്നുള്ളവർക്ക് ഒന്നിടാം. പക്ഷേ നമ്മൾ സാധാരണ ഒന്നവിടെ ഇടാറ് പോലും ഇല്ല. കാരണം ആകെ ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ ഒന്നിട്ട് എഴുതുന്നവർ ഇങ്ങനെ എഴുതും. ശരിക്കും നമ്മൾ ഒന്നിടാതെ എന്തെന്ന് എഴുതും? ആ ഓൾ അങ്ങോട്ട് ചേർത്ത് എഴുതും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര കാർബണാ ഉള്ളത്? 2 കാർബൺ ഉണ്ട് അല്ലേ? 2 കാർബൺ ഉള്ളത് കൊണ്ട് എന്താ പേര്? ഈത്ത്. സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE വേണോ? വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? OH വന്നതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ എന്തെന്ന് വിളിക്കും? ഓളേന്ന് വിളിക്കും. ഓളേന്ന് വിളിക്കും. ഇനി നമുക്ക് എന്ത് വേണം? പൊസിഷൻ വേണം അല്ലേ? ഈ ഡയറക്ഷനിൽ നോക്കുകഴിഞ്ഞാൽ ഇത് എത്രാമത്തെ കാർബൺ? 1ാമത്തെ കാർബൺ. ഇത് എത്രാമത്തെ കാർബൺ? 2ാമത്തെ കാർബൺ. ഇനി എവിടെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്? 1ൽ വന്നില്ല. പക്ഷേ 2ാമത്തെ കാർബണിൽ ഇതാ ഫങ്ഷണൽ ഗ്രൂപ്പ് കിടപ്പുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഡയറക്ഷനിൽ എവിടെയാ വന്നത്? 2ൽ വന്നു. തിരിച്ച് നമുക്ക് ഈ ഡയറക്ഷനിൽ നോക്കാം അല്ലെ? ഈ ഡയറക്ഷനിൽ ഇതാണ് മക്കളെ നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അങ്ങോട്ട് 1 കൊടുത്തു പോകും. 1 കൊടുക്കാൻ പാടുണ്ടോ? നമ്മൾ 1, 2, 3 ഒക്കെ കൊടുക്കുന്നത് ആർക്കാണ്? കാർബണിനാണല്ലേ? അപ്പോൾ ഇതിൽ കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതല്ല 1, ഇതാണ് 1. അപ്പോൾ 1ാമത്തെ കാർബണിൽ തന്നെ എന്ത് തൂങ്ങി? ഫങ്ഷണൽ ഗ്രൂപ്പ് തൂങ്ങി. അപ്പോൾ 2 ആണോ 1 ആണോ? 1 ചെറുത് 1. എന്താണ് പേര്? ഈത്തൻ 1 ഓൾ. അല്ല എങ്കിൽ ഒന്നില്ലാതെ നമുക്ക് എന്തെന്ന് എഴുതാം? എത്തനോൾ എന്ന് ചേർത്ത് എഴുതാം. മക്കളെ അങ്ങനെയെങ്കിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പ്രൊപ്പൻ 1 ഓൾ. 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മുടെ പ്രൊപ്പൻ 1 ഓൾ. അല്ല എങ്കിൽ എന്താ പേര്? പ്രൊപ്പനോൾ. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പ്രൊപ്പൻ 2 ഓൾ. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ബ്യൂട്ടൻ 1 ഓൾ അല്ലെങ്കിൽ ബ്യൂട്ടനോൾ. ഇതുപോലെ ഈ കോമ്പൗണ്ട് കണ്ടോ? നമ്മൾ ഈ പഠിച്ച പോലെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇരിപ്പുണ്ടല്ലേ നമ്മൾ പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പ് COH. എങ്കിൽ പറഞ്ഞേ ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ? ഒരൊറ്റ കാർബൺ. ഒരൊറ്റ കാർബൺ വരുമ്പോൾ എന്താ പേരാണ്? മെത്ത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഫുള്ള് വേണോ? വേണ്ട. പിന്നെ എന്ത് ആസിഡ്? ഓയിക് ആസിഡ്. ഇവിടെ അങ്ങോട്ട് എണ്ണിയാലും ഇങ്ങോട്ട് എണ്ണിയാലും ഒന്നായതുകൊണ്ട് നമ്മൾ ഒന്നും ഇടുന്നില്ല. അത് ചേർത്ത് എന്തെന്ന് എഴുതി? മെത്തനോയിക് ആസിഡ്. നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട് അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ആരും ഉണ്ട്? COOH ഉണ്ട്. അപ്പം 2 കാർബൺ വന്നു. 2 കാർബൺ എത്ത്. സിംഗിൾ ബോണ്ട് ANE വേണോ? വേണ്ട. പിന്നെ എന്തുണ്ട്? ഓയിക് ആസിഡ്. ഓയിക് ആസിഡ് ഇരിക്കുന്ന എങ്ങോട്ടാ? ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1, 2. ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1ൽ. അപ്പം ഏതെടുക്കും? 1. അപ്പം പേരെന്താണ്? ഈത്തൻ 1 ഓയിക് ആസിഡ്. അല്ലെങ്കിൽ 1 എഴുതാതെ എന്താണ് പേര്? എത്തനോയിക് ആസിഡ്. 3ാമത്തെ കോമ്പൗണ്ട് നോക്കിയാലോ. COH അല്ലേ? അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് COH ആണ്. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. 3 വരുമ്പോൾ പേരെന്താണ്? പ്രൊപ്പൻ. ദെൻ ഈ വേണ്ടല്ലോ. എന്താ സാധനം? ഓയിക് ആസിഡ് ആണ്. സ്നേഹത്തോടെ ഓയിക് ആസിഡ് എന്ന് വിളിച്ചു. എവിടെയാ ഇരിക്കുന്നത്? ഈ ഡയറക്ഷനിൽ എണ്ണിയാൽ 1ലല്ല 2ലല്ല 3ലാണ്. 3ൽ. തിരിച്ച് ഈ ഡയറക്ഷനിൽ എണ്ണുമ്പോൾ 1ൽ തന്നെ ഉണ്ട്. അപ്പോൾ ഏതെടുക്കും? 1 എടുക്കും. അപ്പോൾ എന്താണ് പേര്? പ്രൊപ്പൻ 1 ഓയിക് ആസിഡ്. അല്ലെങ്കിൽ ചേർത്ത് എന്തെന്ന് വിളിക്കാം? പ്രൊപ്പനോയിക്. എന്തുകൊണ്ടാണ് നമ്മൾ ചേർത്ത് വിളിച്ചത്? 1 വരുമ്പോൾ നമ്മൾ 1 എഴുതാറില്ല. അപ്പം പ്രൊപ്പനോയിക് ആസിഡ് എന്നും പറയാം, അല്ലെങ്കിൽ പ്രൊപ്പൻ 1 ഓയിക് ആസിഡ് എന്നും പറയാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടോ? ഇത് മക്കൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ? അതെന്താ? ഈ CO ഇങ്ങനെ കാണുമ്പം ഇത് കീറ്റോണാ, അല്ലെങ്കിൽ ഇത്രയും നോക്കിയിട്ട് പറയും ഇത് ആൽക്കഹോളാ എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ പറയരുത് കേട്ടോ. മൊത്തം നോക്കണം. വേർച്ച് വരുമ്പോഴാണ് അത് ആൽക്കഹോൾ ആകുന്നത്. CO മാത്രം വരുമ്പോഴാണ് കീറ്റോൺ ആകുന്നത്. എന്നാൽ ഇവിടെ COOH ഇങ്ങനെ വായിക്കണം. ഇങ്ങനെ വായിച്ചാൽ നമുക്ക് കിട്ടും COOH. ഓക്കെ. അപ്പം എന്താണ്? നമ്മുടെ കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? എന്ത് നോക്കും? എത്ര C ഉണ്ടെന്ന് നോക്കൂ അല്ലേ? എത്ര C ഉണ്ട്? 1, 2, 3, 4. 4 വന്നതുകൊണ്ട് പേരെന്താണ്? ബ്യൂട്ട്. ഓക്കെ. ദെൻ
ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN വേണ്ട. ലാസ്റ്റ് കിടക്കുന്ന സാധനം COH ആയതുകൊണ്ട് എന്താ പേര്? ഓയിക് ആസിഡ്. നമ്പർ വേണമല്ലേ? എവിടെയാ വന്നേക്കുന്നേ? പൊസിഷൻ പറഞ്ഞ് എവിടെയാ വന്നേക്കുന്നേ? ഈ ഡയറക്ഷനിൽ നോക്കിയാൽ ഒന്നാമത്തെ കാർബണിലില്ല, രണ്ടാമത്തെ കാർബണിലില്ല, മൂന്നാമത്തതിലില്ല, നാലാമത്തെ കാർബണിലുണ്ട്, 4ലുണ്ട്. തിരിച്ച് ഈ ഡയറക്ഷനിൽ നോക്കിയാൽ ഒന്നാമത്തെ കാർബൺ. ഇതിന് ആരെങ്കിലും ഒന്നിടോ? ഇല്ല, ഇടരുത്. സിക്കാണ് ഒന്ന് കൊടുക്കേണ്ടത്. 1ൽ വെച്ച് തന്നെ കണ്ടു. അപ്പൊ എവിടെ വെച്ചാ കണ്ടത്? അങ്ങോട്ട് 4, ഇങ്ങോട്ട് 1. ഒന്നെടുക്കും, ചെറുതെടുക്കും. പേരെന്താണ്? ബ്യൂട്ടൻ 1 ഓയിക് ആസിഡ്. അല്ല എങ്കിൽ ചേർത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? ഒന്നില്ലാതെ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് എഴുതാം അല്ലേ? ഇതതുപോലെ പറഞ്ഞേ. ഇവിടെയുള്ള ആളാരാ? ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? CHO ആണ്. CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതെന്താണ്? ആൽഡിഹൈഡ് ആണ്. സ്നേഹത്തോടെ ആളേന്ന് വിളിക്കും. അപ്പം CHO വന്നാലും CO വന്നാലും COH വന്നാലും എന്ത് വന്നാലും നമ്മൾ മൊത്തം എന്ത് നോക്കും? കാർബണിൻ്റെ എണ്ണം നോക്കൂല്ലേ? അപ്പം കാർബണിൻ്റെ എണ്ണം എണ്ണിക്കോ. 1, 2, 3. 3 വന്നാൽ പേരെന്താണ്? 3 വരുമ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്നത് പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് വാക്ക് AN. വേണോ? വേണ്ട. CHO വന്നതുകൊണ്ട് പേരെന്താണ്? ആൾ. ഇനി ഇങ്ങോട്ട് നമ്പർ ഇടുമ്പോൾ 1ലില്ല, 2ലില്ല, 3ലാണ്. തിരിച്ച് ഈ ഡയറക്ഷനിൽ നമ്പർ ഇടുമ്പോൾ എവിടെ വെച്ച് തന്നെ കണ്ടു? 1 വെച്ച് തന്നെ കണ്ടു. അപ്പം എന്താ? പ്രൊപ്പൻ 1 ആൾ. അല്ല എങ്കിൽ ചേർത്ത് എന്തെന്ന് എഴുതും? പ്രൊപ്പനാൾ. എന്തെന്നാ എഴുതുന്നത്? പ്രൊപ്പനാൾ. ഈ ക്വസ്റ്റിൽ നോക്കിയേ. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? CO അല്ലേ? CO വന്നാൽ എന്താ പേര്? കീറ്റോൺ. കീറ്റോൺ സ്നേഹത്തോടെ എന്തെന്ന് വിളിക്കും? ഓണേന്ന് വിളിക്കും. അപ്പം നമ്മൾ എന്തെണ്ണി നോക്കും? കാർബൺ. എത്ര C ഉണ്ട്? 1, 2, 3, 4, 5. 5 ഉണ്ട്. ഈ മാക്സിമം പേരും ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലെ C അങ്ങോട്ട് കൂട്ടാതെ അങ്ങോട്ടൊരു പോക്ക് പോകും. അങ്ങനെ പോവരുത്. നമ്മൾ എല്ലാ സിയും നോക്കണം. എത്ര C ഉണ്ട്? 5 C ഉണ്ട്. 5 സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. വേണോ? വേണ്ട. ഇനി CO വന്നതുകൊണ്ട് എന്താ പേര്? ONE. എന്തിനാ സ്ഥലം വിട്ടത്? പൊസിഷൻ എഴുതണം അല്ലേ? പൊസിഷൻ പറയാം. ഈ ഡയറക്ഷനിൽ നോക്കാം. ഈ ഡയറക്ഷനിൽ നോക്കിയാൽ 1ലില്ല, 2ലില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെയാണ്? 3ലാണ്. ദെൻ ഈ ഡയറക്ഷനിൽ നോക്കിയാലോ? ഈ ഡയറക്ഷനിൽ നോക്കിയാൽ 1, 2, 3. അങ്ങോട്ട് 3ലാണ്, ഇങ്ങോട്ട് 3ലാണ്. അപ്പം പേരെന്താണ്? പെൻറ്റൻ 3 ഓൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ? അടുത്ത ക്വസ്റ്റ്യൻ ആരായിരിക്കുന്നതെന്ന് കണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞ CO തന്നെയാണ്. COനെ ഇങ്ങനെ ഒരുമിച്ച് എഴുതാറുണ്ട്, ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു എഴുതാറുണ്ട്. അത് ശ്രദ്ധിച്ചോളണേ. ആളാരാ? CO തന്നെയാണ്. കീറ്റോൺ ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഈ പറഞ്ഞ 4ൽ 1ആണ്. അപ്പോൾ ഈ പറയുന്ന 4 ഫങ്ഷണൽ ഗ്രൂപ്പിൽ ആര് വന്നാലും എന്തെണ്ണാൻ പറഞ്ഞു? കാർബൺ എണ്ണണം. എത്ര കാർബൺ? 1, 2, 3, 4. അപ്പം 4 കാർബൺ വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് പേരാ വിളിക്കുന്നത്? 4 വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് ബ്യൂട്ട്. പേരെന്താണ്? ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? AN. വേണോ? വേണ്ട. എവിടെയാണ് ഇരിക്കുന്നത്? നമ്പർ കൊടുക്കുക അല്ലേ? ഇങ്ങോട്ട് നോക്കുമ്പോൾ 1ലില്ല, 2ലില്ല, 3ലാണ്. 3ല്. അപ്പം തിരിച്ചെണ്ണിയാലോ? ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1ലില്ല, പക്ഷെ എവിടെയുണ്ട്? 2ലുണ്ട്. 3ആണോ 2ആണോ? ഏതാണ് ചെറുത്? 2. അപ്പം നമ്മളിതാ എഴുതി 2ൽ. ആളാരാ? ഇരിക്കുന്ന ആളുടെ പേരെന്താ? CO ആരാണ്? കീറ്റോൺ. സ്നേഹത്തോടെ എന്തെന്നാ വിളിക്കുന്നേ? ഓണേന്ന് വിളിക്കും. ലെറ്റർ നമ്പർ ഹൈഫൺ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. പേരെന്താണ്? ബ്യൂട്ടൻ 2 ഓൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ? ഇരിപ്പുണ്ട്. ആരാ? CHO. ആൽഡിഹൈഡ്. സ്നേഹത്തോടെ ആളേന്ന് വിളിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ എണ്ണും അല്ലേ? എത്ര കാർബൺ? 1, 2. 2 കാർബൺ വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? 2 എണ്ണം വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എത്ത്. എത്തിൻ്റെ കൂടെ ചേർക്കേണ്ട സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. വേണോ? വേണ്ട. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതല്ലേ? അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ സ്നേഹത്തോടെ വിളിക്കുന്ന വാക്ക് AL. ആൾ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ. ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 1ലില്ല, 2ലാണ്. എന്നാൽ അതേസമയം ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 1ൽ തന്നെ എന്തുണ്ട്? ഒന്നാമത്തെ കാർബണിൽ തന്നെ എന്തുണ്ട്? നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. 2ആണോ 1ആണോ ചെറുത്? 1. അപ്പോൾ ആ 1 കൊടുത്താൽ പേരെന്താണ്? ഓക്കെ. 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? 1 എഴുതാറില്ല. അപ്പം നമ്മൾ ചേർത്തിട്ട് എന്ത് എഴുതാറുണ്ട്? എത്തനാൾ. അപ്പം എത്തനാൾ എന്നും പറയും, ഈത്തൻ 1 ആളെന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് മനസ്സിലായെങ്കിൽ ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.